പ്രൈസ് ദി ലോർഡ്. യോസഫിൻ്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരന്മാരും അവനെതിരായപ്പോൾ, കുടുംബത്തിൻ്റെ അകത്തളത്തിൽ കിടക്കുന്നതിൻ്റെ രക്തബന്ധങ്ങൾ പോലും തനിക്കെതിരായപ്പോൾ അവൻ സേവിക്കുന്ന ദൈവം അവന് അനുകൂലമായി മാറി. അതാണ് അവൻ്റെ പ്രത്യേകത. അവൻ്റെ വിജയം എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ദൈവമാണ് അവൻ അനുകൂലമായി മാറിയത്. യോസഫ് എവിടെ പോയപ്പോഴും യഹോവ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കേണ്ട അവസ്ഥ വന്നു. ആരാ പൊട്ടക്കിണറ്റിൽ? സഹോദരന്മാരാണ്. പക്ഷേ പൊട്ടക്കിണറ്റിൽ അവൻ വീണപ്പോഴും അവൻ്റെ ദൈവം പൊട്ടക്കിണറ്റിൻ്റെ അകത്ത് അവനെ കരകയറ്റി. എന്നാൽ വീണ്ടും സഹോദരന്മാർ അവൻ ഇസ്മായിൽകാർക്ക് വിറ്റുകളഞ്ഞപ്പോൾ അവൻ ഇസ്മായിൽ പൊത്തിപ്പുകാരുടെ ഭവനത്തിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ യോസഫ് അവിടെ ചെന്നപ്പോഴൊക്കെയും അവരുടെ ജീവിതത്തിൽ ആ പൊത്തിപ്പുകാരൻ്റെ പാവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മേലെ യോസഫിനെ കള്ളക്കേസിൽ കുടുക്കി അവൻ തടവറയിൽ കിടക്കേണ്ടി വന്നു. പക്ഷെ തടവറ കൊണ്ട് സ്തോത്രം അവിടെ വെച്ച് യോസഫ് തകർന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ സേവിക്കുന്ന ദൈവം അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, കർത്താവായ യേശു അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ തടവറ കൊണ്ട് ഒതുങ്ങിയില്ല. രാജകീയ മന്ത്രി കസാലയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് ഒരു രാജ്യം ഭരണത്തോടു കൂടിയാണ് അവൻ ഒതുങ്ങിപ്പോയത്. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശുവിൽ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബക്കാർ നിനക്ക് വിരോധമായാലും, ദേശക്കാർ നിനക്ക് വിരോധമായാലും, ബന്ധുമിത്രാദികൾ വിരോധമായാലും, കുടുംബക്കാർ വിരോധമായി മാറിയാലും, നീ സേവിക്കുന്ന ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരുമില്ലെന്ന്